വാട്ട്സ് ഇൻ മൈ ബാഗ് ആണ്. അതിന്റെ ഒരു കിഡ് സെഷൻ കേട്ടോ. എപ്പോഴും നമ്മൾ വലിയ ആളുകളുടെ വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെന്റ് ഒക്കെ അല്ലേ കണ്ടേക്കുന്നത്. അപ്പൊ എവിടെ ഇത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് അറബേക്കൊക്കെ സ്വന്തമായിട്ട് ബാഗ് ഉണ്ടല്ലേ? അറബേക്കൊക്കെ സ്വന്തമായിട്ട് ബാഗ് ഉണ്ട്. ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും പോവാൻ പോവാണെങ്കിൽ നിങ്ങളുടെ ബാഗിൽ എന്തുണ്ടാവും. അപ്പൊ അത് നമുക്കൊന്ന് ചെയ്യാന്ന് ഡ്രസ്സ് ഒഴിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് സാധാരണ എവിടെയെങ്കിലും നിൽക്കാൻ പോകുമ്പോഴൊക്കെയാണല്ലോ ബാഗായിട്ട് പോവുക, അല്ലല്ലോ. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മളുടെ സെഗ്മെന്റ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ എന്താണ് ബെല്ലടിക്കണം. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് റബേക്കയാണ് കാണിക്കാൻ പോകുന്നത്. ശരി, അപ്പൊ റബേക്കന്റെ ബാഗ് ആദ്യം കാണിക്കേ. ബാഗ് ഏതാണെന്ന് കാണിച്ചെടുക്കണ്ടേ? ഇതെനിക്ക് ഫസ്റ്റ് കമ്മ്യൂണിന്റെ ഗിഫ്റ്റ് ആണ് അല്ലേ? ഏതാണ് ആ ബാഗ്? ഏതാണ് പേരറിയാമോ ബാഗിന്റെ? കൊച്ചിന് പേരറിയാമോ കേട്ടോ. ബ്രാൻഡഡ് ബാഗാണ്, അമേരിക്കൻ ടൂറിസ്റ്റർ അല്ലേ? ശരി. ഞാൻ എപ്പോഴും പോകുമ്പോ കൊണ്ടുപോകുന്ന കുറച്ച് സാധനമാണ്. ഇതെന്റെ താങ്ക്സ് ബുക്കാണ്. ഞാൻ എപ്പോഴും കൊണ്ടുപോകാറുണ്ട്. ഇത് തുറന്നു കാണിക്കണ ഒരു പേജ് പെട്ടെന്ന് കാണിക്കേ. അത് ഞാൻ ഇങ്ങനെ ആരെയും കാണിക്കാത്തൊരു സാധനമാണ്. പെട്ടെന്ന് കാണിക്കാം. താങ്ക്സ് ബുക്ക് എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞെടുക്കുക. താങ്ക്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് എഴുതി വെക്കുക. പിന്നെ ഡയറി പോലെ തന്നെ എല്ലാ ദിവസവും ഒരു താങ്ക്സ് എഴുതി വെക്കുക. ഇങ്ങനത്തെ ഒരു ബുക്ക് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞാൻ രാത്രി കിടക്കണ മുമ്പ് താങ്ക് യു എന്ന് എഴുതും. പിന്നെ ഒരു സംഭവം, പിന്നെ ഇതെവിടെ പോയാലും കൊണ്ടുപോകും അല്ലേ? ഇതെവിടെ പോയാലും ഞാൻ കൊണ്ടുപോകും. പിന്നെ അതെ, ഇത് ഞാൻ വെറുതെ ഒരു കുറച്ച് നാളായി തുടങ്ങിയിട്ട് ഇത് വെറുതെ ഞാനിങ്ങനെ ബോറടിക്കുമ്പോൾ ഇരുന്ന് ചെയ്യണ സംഭവം. എൻ്റെ ഫസ്റ്റ് കമ്മ്യൂണിൻ്റെ ഒരു ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പൂ ഞാനിങ്ങനെ എടുത്ത് എവിടെ നോക്കട്ടെ, ഇങ്ങോട്ട് ഷോ ചെയ്ത് കാണട്ടെ. ഫസ്റ്റ് കമ്മ്യൂണിന്റെ പൂവോ? മറ്റേ നമ്മുടെ കേക്കിൽ വെച്ച്, പിന്നെ നമ്മുടെ യൂസ് ചെയ്ത പൂവൊക്കെ ഉണ്ട് അവിടെ. ആ ഫ്ലവേഴ്സ് ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഒരു ഡയറി. ഇതേപോലത്തെ സംഭവങ്ങൾ കുറച്ചുണ്ട്. ഇതിപ്പോ ഞാൻ ഇപ്പൊ ചെയ്തേക്കണ ഇതാണ്. ഇത് വെറുതെ ഒന്നും എഴുതിയിട്ടൊന്നും ഇല്ല, വെറുതെ ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. ഇത് കൊച്ചിന്റെ ഡയറിയാണ്. ഡയറി എന്ന് പറയാൻ പറ്റില്ല, ഒരു വെറുതെ ഒരു ഡയറി എന്ന് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കൊച്ചു അതിനകത്ത് ഡയറിയിൽ നമ്മൾ എഴുതുന്ന പോലെ എഴുതൂല അല്ലേ? അങ്ങനെ എഴുതത്തില്ല. എനിക്ക് ഇതിന് ചെയ്യണം. ഇത് ഞാൻ ഇതെല്ലാം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇത് എൻ്റെ ഒരു എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ്. കസിൻ ആൻറ്റി എപ്പോഴും തന്നെ ബർത്ത്ഡേക്കൊക്കെ തന്നെ ആൻറ്റി തന്ന ഫസ്റ്റ് കമ്പനീന് അന്ന് തന്ന. ഇത് മാത്രമല്ല, ഇത് ഒരു കണക്റ്റഡ് പെണ്ണാണ്. ഇത് എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകുമോ? ഇത് ഞാൻ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇതൊക്കെ ചെയ്യണമല്ല, ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ കൊണ്ട്. പിന്നെ അതെ എന്താ കറക്റ്റ് പേരറിഞ്ഞൂടാ. സ്റ്റിക്കേഴ്സ് ആണ്. ഇതും ആൻറ്റി എന്നാണ്. ഇത് ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് ഒരു മിനിറ്റ് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇങ്ങനത്തെ സ്റ്റിക്കറാണ്. ഇത് ആൻറ്റി എന്നതാണ്. പിന്നെ ഇപ്പൊ ഫസ്റ്റ് കമ്പനിയും കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ പോകും. അപ്പൊ പള്ളിയിൽ പോകുമ്പോ ഞാൻ ഇത് കൊണ്ടുപോകാറുണ്ട്. സ്കാർഫ്. അപ്പൊ എവിടെ നിൽക്കാൻ പോയാലും കൊച്ചു സ്കാർഫ് കൊണ്ടുപോകും. ശരി, പള്ളി. എന്തൊക്കെയുണ്ട് ഇനി? വേറെ എന്തൊക്കെയുണ്ട്? വലിയ ബാഗാണെന്നുള്ള ഇഷ്ടമുള്ള സാധനമാണോ? കൊന്ത. എനിക്ക് രാത്രി ചില നേരം ഉറക്കം വരത്തില്ല. ഉറക്കം വരാണ്ടിരിക്കുമ്പോ ഞാൻ ഇത് ചൊല്ലിക്കൊണ്ട് കിടക്കും, ഇറങ്ങിപ്പോക്കോളും. ഫസ്റ്റ് കമ്പനീനെ അവിടെ പള്ളിയിൽ നിന്ന് കിട്ടിയ കൊന്ത. പിന്നെ ഇത് ഞാൻ പെരുന്നാളിന് വാങ്ങിയാണ്. ഇത് ഞാൻ എടുക്കാറുണ്ട് എവിടെ പോയാലും. നല്ല സുഖമാണ് ഇത് കെട്ടാനായിട്ട്. പിന്നെ എനിക്ക് പിന്നെ എവിടെ പോയാലും ഐലൈനർ വേണം. ലിപ്സ്റ്റിക്ക് ഞാൻ ഇടില്ല, പക്ഷെ ഫസ്റ്റ് കമ്മ്യൂണിന്റെ അന്ന് ഇട്ടായിരുന്നു, പിന്നെ ഇട്ടിട്ടില്ല. അത് ഐലൈനർ വേണം. പിന്നെ ഇതേപോലെ തന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചൊരു സാധനം ഇങ്ങനെ. ഇതാണ് കൊച്ചിന്റെ ബാഗിനുള്ളത്. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ റബേക്ക കുട്ടിയുടെ ബാഗിന്റെ ഉള്ളിലുള്ളത് അല്ലേ? സൂപ്പർ. അപ്പൊ ഇനി നമുക്ക് എമ്മിക്കുട്ടീനെ കാണാം. റെഡിയാണോ എമ്മിക്കുട്ട? അത് ശരി, ഞങ്ങൾ കാണിച്ചായോ? ഇതെന്റെ
ഇത് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇത് എന്റെ ബാഗാണ്. അപ്പൊ എനിക്ക് ഇത് റബേക്കക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലേ, ബൈജു അങ്കിളും ഡിൻസാൻഡിയും കൂടി റബേക്ക ഗിഫ്റ്റ് കൊടുത്തപ്പോ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അപ്പൊ തന്നൊരു ഇതാണിത്. അപ്പൊ ഞാൻ ഇതിലുള്ള എന്തൊക്കെയാണെന്ന് കാണിക്കാം. പൗഡർ ഞാൻ എവിടെ പോയാലും കൊണ്ടുപോയി പൗഡർ. ഞങ്ങൾക്ക് വേണ്ട ഒരു സാധനം പൗഡറാണ് അല്ലേ? പോൺസിന്റെ പൗഡർ ഉണ്ട്. ഈ വീട്ടിൽ പൗഡർ ഉപയോഗിക്കുന്ന ഏക വ്യക്തി എമ്മിക്കുട്ടനാണ്. ശരി, മാറ്റി വെച്ചോ. ഇനി എന്റെ ഉള്ളില് ഒരു ബുഷ് ഉണ്ട്. എന്റെ പൈസ കൊണ്ട് ഗിഫ്റ്റ് തന്നില്ലേ, അപ്പൊ ഞാൻ കൺഫ്യൂസ്. പിന്നെന്താ ഉള്ളത്? രണ്ട് മിഠായിണ്ട്. കഴിഞ്ഞ അങ്ങോട്ടെ ബാഗ് ഇനിയുണ്ടാ? ഇനി കുറച്ച് ഇനി ഐറ്റംസ് ഉള്ളത് കഴിഞ്ഞ അത്രയാണോ കുഞ്ഞിന്റെ ഇതൊക്കെയാണ് എന്റെ ഉള്ളത്. കുഞ്ഞു ബാഗല്ലേ അല്ലേ? ഇതൊക്കെയാണ് എന്റെ ബാഗിലുള്ളത്. കഴിഞ്ഞ അപ്പൊ ശരി, ഞങ്ങൾ നമ്മുടെ കുട്ടന്മാരുടെ ബാഗിന്റെ ആ ഒരു എന്താണ് സെഗ്മെന്റ് നമ്മൾ ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എഡിറ്റ് ചെയ്യാം. വേണ്ട, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താണ്? ധൈര്യം ഉണ്ടെങ്കിൽ അമ്മയുടെ ബാഗ് വേണം. എന്റെ ബാഗ് വലിയ ആൾക്കാരുടെ ബാഗ് എല്ലാരും ചെയ്യണതാ. കുഴപ്പമില്ല, അമ്മയുടെ ബാഗ് കാണിക്കും. അമ്മയുടെ ബാഗും കൂടെ അമ്മയുടെ ധൈര്യം ഉണ്ടാന്ന് നോക്കാം. അതിന് ധൈര്യപ്പെടാൻ എന്തിരിക്കണം? ഓക്കെ, എന്റെ ബാഗ് എനിക്ക് അമ്മയുടെ അതിന് ഭയങ്കര നല്ല വെയിറ്റ് ആട്ടോ ഈ ബാഗിന്. ബാഗിറ്റിന്റെ ബാഗാണ്. അപ്പം കൊറേ വാങ്ങിയ റീലിട്ടുണ്ട്. കുറെ വർഷങ്ങളായിട്ട് പണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്സസറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാച്ചും ബാഗും ആണ്. പക്ഷെ ഒരുപാട് നാളായിട്ട് വാച്ചും ഇല്ല ബാഗും ഇല്ലായിരിക്കും. അതെ അതെ. അപ്പൊ എന്റെ ബാഗ് ശരി. ദൈവമേ, കാണിക്കണം. ഓക്കെ ഓക്കെ. കോമ്പുണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്. ലിപ്സ്റ്റിക് സ്റ്റുഡിയോ തുടങ്ങിയത് കൊണ്ട് തന്നെ അവിടെ പോകുമ്പോ ഇടക്കിടക്ക് 49 രൂപയൊക്കെ അല്ലേ ഉള്ളു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ലിപ്സ്റ്റിക് എടുക്കാറുണ്ട്. ലിപ്സ്റ്റിക് ഞാൻ എപ്പോഴും ഇങ്ങനെ ബാഗിൽ, കാരണം ഈ ഷൂട്ടിന് പോകുന്നോണ്ടാട്ടെ ഇതൊക്കെ എടുത്തിരുന്നേ. പക്ഷെ ഇതാണ് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡ്. പിന്നെ അതും സ്റ്റുഡിയോയില്ല, സ്റ്റുഡിയോയാണ്. ഇതായിട്ടാ. അപ്പൊ 2 ലിപ്സ്റ്റിക് ആയില്ലേ? രണ്ടും എല്ലാം. എന്റെ കയ്യില് കൊറേ ലിപ്സ്റ്റിക് ഉണ്ട്. പക്ഷെ അമ്മ അവിടെ നിന്ന് നോക്കുമ്പോ വേറെ കളറ്, പക്ഷെ വീട്ടിൽ വന്ന് നോക്കിയപ്പോ രണ്ടും എല്ലാം സെയിം കളർ. 3-4 ലിപ്സ്റ്റിക് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തോണ്ട് എല്ലാം ഒറ്റ ഷെയ്ഡാണ്. എന്ത് ചെയ്യാൻ, അതിനകത്ത് നിൽക്കുമ്പോ എനിക്ക് മനസ്സിലാവില്ല വേറെയാണെന്ന്. പിന്നെ സാനിറ്റൈസർ എന്ന് വെച്ചാൽ അമ്മ ട്രെയിനിൽ പോകുന്നോണ്ടേ, ഷൂട്ടിനൊക്കെ പോകുമ്പോ ട്രെയിനിലൊക്കെ പോവില്ലേ, അപ്പൊ അമ്മ വാഷ്റൂമിലൊക്കെ പോയി വന്നിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ സാനിറ്റൈസർ ഉണ്ട്. പിന്നെ ഇത് ഇടക്ക് പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ എനിക്ക് തരുന്ന കാർഡുകൾ, വിസിറ്റിംഗ് കാർഡ് 2 അതെനിക്ക് അത്യാവശ്യമുള്ളതാണ്. പിന്നെ എന്റെ കൊന്ത, പിന്നെ എന്റെ എന്നാ പറയണത്, ഞാനിതിനെ പറയണതേ ഇയർപോഡാ, ഇയർബഡ്സ്. എനിക്ക് വരൂല തലയിലോട്ട് ഇതിന്റെ പേര്, ഇയർബഡ്സ്. അതും ട്രെയിനിൽ പോകുന്നോണ്ടാട്ടോ ഇയർബഡ്സ്, അല്ലാതെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ട്രെയിനിൽ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് തന്നെ ഇട്ടേക്കുന്നതാണ്. പിന്നെ ഇത് ടു ഡു ലിസ്റ്റ് ചെയ്യുന്ന ബുക്കാണ്. ടു ഡു ലിസ്റ്റ് എല്ലാ ദിവസവും ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് എഴുതാനായിട്ടുള്ള ടു ഡു ലിസ്റ്റ്. ആ ടു ഡു ലിസ്റ്റ് എഴുതുന്ന ബുക്കാണ്. പക്ഷെ ഇതിനകത്ത് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ എൻ്റെ ഡയറിയിലാണ് എഴുതി വെക്കുന്നത്. എനിക്ക് വേറെ ഡയറി ഉണ്ട്, അപ്പൊ അതിനകത്താണ് ഞാൻ എഴുതി വെക്കുന്നത്. എങ്കിലും വെറുതെ ഇത് പൈസേട്ടൻ തന്നതാണ്. അല്ല പിന്നെ കേട്ടോ, എത്ര ഡയറി ഉണ്ടെന്ന് വെച്ചറിയാം അല്ലേ? 25 പെൻ, ഒരു പെന്നുണ്ട്. കണ്ടാ, ഇതൊക്കെയാണ് എൻ്റെ ഇതിനകത്തുള്ളത്. ഇത് കുറച്ച് എൻ്റെ മെഡിസിൻസ് എല്ലാം ഇട്ടേക്കുന്ന ഒരു, അതായത് ഇതിനിങ്ങനെ നല്ല രസമാട്ടോ ഈ ബാഗിന്. ഇത് നോക്കിയേ, എനിക്ക് ഈ ബാഗ് ഇഷ്ടമാണ്. ഇവിടെ ഇങ്ങനെ ഒരു സിപ്പുണ്ട്, ഇവിടെ ഒരു അറയുണ്ട്. അത് കൂടാതെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു അറയുണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്, അതിൻ്റെ നടുവിൽ ഇങ്ങനെയുണ്ട്. ഇതിനകത്താണ് ഞാൻ മെഡിസിൻസ് ഒക്കെ ഇട്ടേക്കണം കേട്ടോ. ശരിക്കും നല്ല സൗകര്യമുള്ള ബാഗാട്ടോ ഇത്. മെഡിസിൻസിൽ ഞാൻ ഡെയിലി കഴിക്കുന്ന
കുറച്ച് മെഡിസിൻസ് എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് മെഡിസിൻസും കാര്യങ്ങളും അതൊന്നും ഞാൻ ഇന്നതാണെന്നൊന്നും പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് മെഡിസിൻസ് ഞാൻ ബാഗിൽ തന്നെ സൂക്ഷിക്കും. കാരണം അല്ലെങ്കിൽ മെഡിസിൻ ബാഗിൽ തന്നെ ഇടുന്നത് ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എടുക്കാൻ വിട്ടു പോകുന്നുണ്ടാവും. ഇനി എൻ്റെ സാധനങ്ങൾ കോലം കെട്ട് തീർന്ന് ഞെക്കി സൺസ്ക്രീൻ UV ഡോഗ്സിന്റെ സൺസ്ക്രീൻ അത്രേ ഉള്ളൂ. ഇത് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഒരിടക്ക് ഞാനിങ്ങനെ ഒരു മോയ്സ്ചറൈസർ ഇല്ലാതെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് അൺഡ്രൈ ക്ലിനിക് എന്ന് പറഞ്ഞിട്ടൊരു മോയ്സ്ചറൈസർ. എനിക്കത്ര സ്യൂട്ടബിൾ ആയില്ലത്. ഇതൊക്കെ എനിക്ക് സ്കിന്നിൻ്റെ ക്ലിനിക്കിൽ നിന്ന് എനിക്ക് ലിജി ഡോക്ടർ തന്നാണ്, ലിജി മാം തന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂപ്പർ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ, ഒന്നും പറയാനില്ല. ഇഫാടോപ്പ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസിൻ്റെ മോയ്സ്ചറൈസർ ലോഷനാണ്, അടിപൊളിയാണത്. പിന്നെ ഇതിപ്പോൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഭയങ്കരമായി പോകും. അതൊന്നും വേണ്ട, അതേ ഇത്രയൊക്കെ ഉള്ള എൻ്റെ ബാഗിനകത്ത്, അതൊന്നും പറയേണ്ട കാര്യമില്ല. അതാണ് ഞാൻ എൻ്റെ ബാഗ് എടുക്കാൻ എനിക്ക് മടി, ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കും. അപ്പോൾ ഇത്രയും സാധനം ഉണ്ട്. ഇത്രേ ഉള്ളൂ എൻ്റെ ബാഗ്, ഇത്രേ ഉള്ളൂ. ആ അതെ, ഇത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ സൈഡിലൊരു അറയുണ്ട്, അതിനകത്ത് എൻ്റെ ID കാർഡ് ഉണ്ട്. ഇവിടെ എങ്ങാണ്ട് ഉണ്ടായിരുന്നു ID കാർഡ്, ഇത്ര നാൾ ഉണ്ടായിരുന്നു. ഇതേ ഇങ്ങനെ ആധാറൊന്നും ആരെയും കാണിക്കാൻ കൊള്ളില്ല മോനെ, പേടിച്ചു. ആധാറുണ്ട്, ആധാർ അത് കാണിക്കാൻ നമുക്ക് എത്രയും മതി. ആധാറുണ്ട്, പാൻ കാർഡ്, അങ്ങനത്തെ സാധനങ്ങൾ എൻ്റെ. അതെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇപ്പൊ കഴിഞ്ഞു നമുക്ക്. ഞാൻ എൻ്റെ കാണിക്കേണ്ട പിള്ളേരുടെ നല്ല സൂപ്പറായിട്ട് ഒരു അടിപൊളി സെഗ്മെന്റ് ചെയ്യാന്ന് വിചാരിച്ച് ചെയ്തിട്ട് അവസാനം നിങ്ങൾ എൻ്റെ ബാഗ് എടുപ്പിച്ചു. ഓക്കെ അല്ലേ? മതിയല്ല. അപ്പൊ നമുക്ക് നാളെ കാണാൻ നല്ലൊരു വീഡിയോ ആയിട്ട്. നമ്മുടെ ചാനലില് വീഡിയോസ് കാണുമ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.